ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 6ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 6ാം ക്ലാസ്സിൻ്റെ ഇന്ന് നടന്ന അടിസ്ഥാന പാഠാവലിയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കുന്നത്, 2026-27 വർഷത്തെ. അപ്പോൾ എന്തൊക്കെയാണ് ഇന്ന് വന്ന ക്വസ്റ്റ്യൻസ് എന്നും അവയുടെ ആൻസേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എല്ലാ കൂട്ടുകാരും നന്നായിട്ട് തന്നെ എക്സാമൊക്കെ എഴുതിയിട്ടുണ്ടായിരിക്കും. ഒന്നാമത്തേത് വായിക്കാം എഴുതാം എന്ന പ്രവർത്തനമാണ്. നമ്മുടെ ചിന്തകളെയും വികാരങ്ങളെയും ഏറ്റവും മനോഹരമായി പ്രകടിപ്പിക്കാൻ സാധിക്കുന്നത് മാതൃഭാഷയിലൂടെയാണ്. അമ്മയുടെ സ്നേഹം പോലെയാണ് നമുക്ക് മാതൃഭാഷ. മലയാളം വെറുമൊരു ഭാഷ മാത്രമല്ല, അത് കേരളത്തിൻ്റെ സംസ്കാരവും ചരിത്രവും നമ്മുടെ ജീവിത രീതിയും കൂടിയാണ്. മറ്റ് ഭാഷകൾ പഠിക്കുന്നത് നല്ലതാണെങ്കിലും സ്വന്തം ഭാഷയെ മറന്നുകൊണ്ടുള്ള ഒന്നാകരുത് അത്. മാതൃഭാഷയിൽ നല്ല അടിത്തറയുള്ള കുട്ടികൾക്ക് മറ്റ് ഏത് ഭാഷയും വളരെ എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ സാധിക്കും. അതുകൊണ്ട് മലയാളം തെറ്റുകൂടാതെ സംസാരിക്കാനും എഴുതാനും വായിക്കാനും നമ്മൾ ഓരോരുത്തരും ശീലിക്കേണ്ടതുണ്ട്. ഇതാണ് നമുക്ക് തന്നിട്ടുള്ള പാരഗ്രാഫ് എന്ന് പറയുന്നത്. ഇനി എന്ത് ചെയ്യാം, ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഓരോന്നായിട്ട് നോക്കാം, അതിൻ്റെ ഉത്തരവും നോക്കാം. ഒന്നാമത്തേത്, നമ്മുടെ ചിന്തകളെയും വികാരങ്ങളെയും ഏറ്റവും മനോഹരമായി പ്രകടിപ്പിക്കാൻ സാധിക്കുന്നത് ഏത് ഭാഷയിലൂടെയാണ്? വിദേശ ഭാഷ, ആംഗ്യഭാഷ, മാതൃഭാഷ, ശാസ്ത്രഭാഷ. ഏതാണ്? മാതൃഭാഷയാണ് അല്ലേ. അപ്പോൾ അവിടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, മാതൃഭാഷ എന്നുള്ളതാണ്. ബി, മാതൃഭാഷയുടെ മാധുര്യത്തെ സൂചിപ്പിക്കുന്നത് എങ്ങനെയാണ്? അമ്മയുടെ സ്നേഹം പോലെ, അച്ഛൻ്റെ കരുതൽ പോലെ, കൂട്ടുകാരെ പോലെ, ഗുരുവിൻ്റെ ഉപദേശം പോലെ. ഏതാണ്? അമ്മയുടെ സ്നേഹം പോലെ എന്നാണ് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത്. ഇനി സി ചോദ്യം നോക്കാം. കേരളത്തിൻ്റെ സംസ്കാരവും ചരിത്രവും ജീവിത രീതിയും അടങ്ങിയിരിക്കുന്ന ഭാഷ ഏതാണ്? സംസ്കൃതം, ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം. ഏത് ഭാഷയിലാണ്? മലയാള ഭാഷയിലാണ് അല്ലേ. കേരളത്തിൻ്റെ സംസ്കാരം എന്ന് പറയുന്നത് അത് മലയാള ഭാഷയിലാണ് നിലനിൽക്കുന്നത്. ഇനി നമുക്ക് അടുത്ത പേജ് നോക്കാം. ഓക്കെ, അടുത്തത്, തന്നിരിക്കുന്ന ലേഖനത്തിൻ്റെ പ്രധാന ആശയം എന്താണ്? കവിതകൾ എഴുതണം, മാതൃഭാഷയെ സ്നേഹിക്കണം, ഇംഗ്ലീഷ് പഠനം ഒഴിവാക്കുക, മറ്റുള്ള ഭാഷകൾ സംസാരിക്കരുത്. ഏതാണ്? മാതൃഭാഷയെ സ്നേഹിക്കണം എന്നുള്ളതാണ്. ഇനി ഈ പറയുന്നത് മാതൃഭാഷയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതെല്ലാം എന്നുള്ളതാണ് തിരഞ്ഞെടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒന്നാമത്തെ പ്രസ്താവന, അമ്മയുടെ സ്നേഹം പോലെയാണ് മാതൃഭാഷ. 2, മാതൃഭാഷയിൽ നല്ല അടിത്തറയുള്ള കുട്ടികൾക്ക് മറ്റു ഭാഷകൾ പഠിക്കാൻ ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ നമ്മുടെ ചിന്തകളെയും വികാരങ്ങളെയും ഏറ്റവും മനോഹരമായി പ്രകടിപ്പിക്കാൻ സാധിക്കുന്നത് മാതൃഭാഷയിലൂടെയാണ്. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ, അമ്മയുടെ സ്നേഹം പോലെയാണ് മാതൃഭാഷ എന്ന് പറയുന്നത് ശരിയാണ്. അതുപോലെ തന്നെ നമ്മുടെ ചിന്തകളെയും വികാരങ്ങളെയും ഏറ്റവും മനോഹരമായി പ്രകടിപ്പിക്കാൻ സാധിക്കുന്നതും ഏതിലാണ്? മാതൃഭാഷയിലൂടെയാണ്. അപ്പോൾ 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. അതുകൊണ്ട് ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ, ഓപ്ഷൻ ഡി. ഇനി രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് കുറിപ്പാണ്. കഥ പറച്ചിലിൻ്റെ സൗന്ദര്യം മാതൃഭാഷയിലൂടെ അനുഭവിക്കുന്നു എന്നതാണ് ചെറുകഥകളുടെ സവിശേഷതകളിൽ ഒന്ന്. ഈ പ്രസ്താവനയെ അർത്ഥവത്താക്കുന്ന ഒന്നാണല്ലോ ശന്തനുവിൻ്റെ പക്ഷികൾ എന്ന കഥ. ഈ കഥ വായിച്ചപ്പോൾ നിങ്ങൾക്കുണ്ടായ അനുഭവവും മനസ്സിൽ രൂപപ്പെട്ട ചിന്തകളും പങ്കുവെച്ചുകൊണ്ട് ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് പറയുന്നത്. അപ്പോൾ കഥ പറച്ചിലിൻ്റെ സൗന്ദര്യം ഏറ്റവും കൂടുതലുള്ളത് എന്തിലാണ്? മാതൃഭാഷയിലാണ് അല്ലേ. നമുക്കൊരു കഥ വായിക്കുകയാണെങ്കിൽ നമ്മുടെ ഭാഷയിലാണെങ്കിലാണ് നമുക്കത് കൂടുതൽ നമ്മളെ വികാരങ്ങളെ ഉൾക്കൊള്ളാനും അതിൻ്റെ വൈകാരികത മനസ്സിലാക്കാനും നമുക്ക് കൂടുതൽ സാധിക്കുന്നത്. മറ്റുള്ള ഭാഷകളിൽ ഇല്ല എന്നല്ല, പക്ഷേ ഏറ്റവും കൂടുതൽ സാധിക്കുന്നത്. അതിൻ്റെ ഉത്തമ ഉദാഹരണം തന്നെയാണ് ശന്തനുവിൻ്റെ പക്ഷികൾ എന്ന് പറയുന്ന പാഠഭാഗം. അപ്പോൾ ആ ഒരു പാഠഭാഗത്തിൻ്റെ വെളിച്ചത്തിൽ നിങ്ങൾക്കുണ്ടായ അനുഭവം, നിങ്ങൾ ഇംഗ്ലീഷ് ബുക്ക് വായിച്ചപ്പോൾ മലയാള ബുക്ക് വായിച്ചപ്പോൾ ഉണ്ടായ അനുഭവം വേണമെങ്കിൽ നിങ്ങൾക്ക് എടുത്ത് എഴുതാൻ വേണ്ടി പറ്റും. ഓക്കെ, ആ രീതിയിൽ വേണം നിങ്ങൾ അതിന് ഉത്തരം എഴുതാൻ. ബി ചോദ്യം, മഴയും മലരും മരവും കിളിയുമൊക്കെ മലയാളത്തിൻ്റെ അഴകും കരുത്തുമാണ്. ഡോക്ടർ വത്സൻ വധുശ്ശേരിയുടെ മാതൃഭാഷയും പരിസ്ഥിതിയും എന്ന ലേഖനത്തിൽ പരിസ്ഥിതി സംരക്ഷണത്തിനുള്ള പ്രധാന മാർഗം എന്താണെന്നാണ് അദ്ദേഹം പറയുന്നത്. കാടിനെ സംരക്ഷിക്കുക, മാതൃഭാഷയുമായുള്ള ബന്ധം ബലപ്പെടുത്തുക, പരിസ്ഥിതിയെ മലിനമാക്കാതിരിക്കുക, രാസ കീടനാശിനികൾ ഉപയോഗിക്കാതിരിക്കുക. ഏതാണ്? മാതൃഭാഷയുമായുള്ള ബന്ധം ബലപ്പെടുത്തുക എന്നുള്ള ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ, ഇനി ഇതിലെ അടുത്ത ചോദ്യം നോക്കാം. സി ചോദ്യമാണ്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയായത് ഏതെല്ലാം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ശന്തനു കണ്ട സ്വപ്നത്തിൽ പലതരം പക്ഷികളുണ്ടായിരുന്നു. ശന്തനു എല്ലാ പക്ഷികളെയും ശ്രദ്ധയോടെ പിന്തുടർന്നിരുന്നു. ശന്തനു കണ്ട പക്ഷികൾ ഭംഗിയില്ലാത്തതും തൂവൽ കൊഴിഞ്ഞതുമായിരുന്നു. നമ്മൾ പഠിച്ച പാഠഭാഗവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് തന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ളത് എന്നാണ് നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഏതാണ് കൂട്ടുകാരെ ശരിയായിട്ടുള്ളത്? ശന്തനു കണ്ട സ്വപ്നത്തിൽ പലതരം പക്ഷികൾ ഉണ്ടായിരുന്നു എന്നത് ശരിയാണ്. ശന്തനു എല്ലാ പക്ഷികളെയും ശ്രദ്ധയോടെ പിന്തുടർന്നിരുന്നു എന്നുള്ളതും ശരിയാണ്. അപ്പോൾ 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ളത്.
അതുകൊണ്ട് ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. ഓക്കെ, ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരമായിട്ട് വരുന്നത്. ഇനി അടുത്തത്, ചുവടെ കൊടുത്ത 3A 3B എന്നീ ചോദ്യങ്ങൾ ഏതെങ്കിലും ഒന്നിന് മാത്രമാണ് ഉത്തരം എഴുതേണ്ടത്. 3A എന്ന് പറയുന്നത് വിശകലന കുറിപ്പാണ്. മനസ്സിന്റെ സംഗീതം മാതൃഭാഷ, മധുവാർന്ന വാക്കാണ് മാതൃഭാഷ, അറിവാം വെളിച്ചത്തെ തൂകിയെന്നും അഭിമാനമാകുമെൻ മാതൃഭാഷ. തന്നിരിക്കുന്ന വരികൾ വിശകലനം ചെയ്ത് മാതൃഭാഷയുടെ പ്രാധാന്യത്തെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കാനാണ് പറയുന്നത്. അപ്പം മനസ്സിന്റെ സംഗീതം, മനസ്സിലുണ്ടാകുന്ന ചിന്തകളും വികാരങ്ങളും ഒക്കെ ഏത് ഭാഷയിലാണ്? മാതൃഭാഷയിലാണ് അല്ലേ. അതുപോലെ തന്നെ നല്ല വാക്കുകളും പ്രവൃത്തികളും എല്ലാം വരുന്നത് മാതൃഭാഷയിലൂടെയാണ്. നമുക്ക് കിട്ടുന്ന അറിവ് ഏറ്റവും അർത്ഥവത്താക്കുന്നതും അതുപോലെ തന്നെ അതിൽ കൂടുതൽ നമുക്ക് അവഗാഹം നേടണമെങ്കിലും അത് ഏത് ഭാഷയിലാകണം? നമ്മുടെ മാതൃഭാഷയിലാകണം. മാത്രമല്ല നമ്മുടെ അഭിമാനമാണ് നമ്മുടെ മലയാള ഭാഷ എന്ന് പറയുന്നത്. അപ്പോൾ മലയാള ഭാഷ എന്ന് പറയുന്നത് അത്രത്തോളം പ്രാധാന്യമുള്ള ഒന്ന് തന്നെയാണ് എന്നാണ് ഇവിടെ നിങ്ങൾ എഴുതേണ്ടത്. ഇനി അടുത്തത് അഭിപ്രായക്കുറിപ്പാണ്. എൻ്റെ ഭാഷ എൻ്റെ വീടാണ്, എൻ്റെ ആകാശമാണ്, ഞാൻ കാണുന്ന നക്ഷത്രമാണ്, എന്നെ തഴുകുന്ന കാട്ടാണ്. MT വാസുദേവൻ നായരാണ് പറയുന്നത്. അപ്പോൾ ഇവിടെയും പറയുന്നത് എന്താണ്? മാതൃഭാഷയെ കുറിച്ചിട്ട് തന്നെയാണ്. മാതൃഭാഷ എന്ന് പറയുന്നത് എന്താണ്? അമ്മിഞ്ഞപ്പാൽ പോലെയാണെന്നാണ് പറയുന്നത്. അപ്പോൾ എൻ്റെ വീടാണ്, എനിക്കതെല്ലാമാണ്. എൻ്റെ വീടെന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് എന്തും പറയാനും എന്തും പ്രവർത്തിക്കാനും ഉള്ള ഒരു സ്ഥലമാണല്ലോ. അപ്പോൾ അത്രയും വിശാലമായിട്ടുള്ള അല്ലെങ്കിൽ അത്രയും സ്വാതന്ത്ര്യം കിട്ടുന്ന ഒന്ന് തന്നെയാണ് നമ്മുടെ ഭാഷ എന്ന് പറയുന്നത്. മാത്രമല്ല ഞാൻ കാണുന്ന എൻ്റെ നക്ഷത്രങ്ങളും എന്നെ തഴുകുന്ന കാറ്റും എല്ലാം മാതൃഭാഷയാണ്. അത്രയും എന്നിൽ അലിഞ്ഞു ചേർന്ന ഒന്നാണ് എന്നാണ് ഇവിടെ നിങ്ങൾ വ്യക്തമാക്കേണ്ടത്. ഇനി ചുവടെ കൊടുത്ത 4A 4B എന്നീ ചോദ്യങ്ങൾ ഏതെങ്കിലും ഒന്നിന് മാത്രമാണ് ഉത്തരം എഴുതേണ്ടത്. 4ലെ A ചോദ്യം എന്ന് പറയുന്നത് കത്ത് തയ്യാറാക്കാനാണ്. ശന്തനുവിൻ്റെ പക്ഷികൾ എന്ന പാഠഭാഗത്ത് നിന്ന് പക്ഷികൾക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. ആ വിവരങ്ങൾ ഉൾപ്പെടുത്തി നിങ്ങളുടെ സുഹൃത്തിന് കത്തെഴുതുക. അപ്പോൾ ആ ഒരു പാഠഭാഗത്തിൽ എന്താണ് പക്ഷികൾക്ക് പിന്നീട് സംഭവിക്കുന്നത്, പക്ഷികൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നതും പക്ഷികളുടെ ദേശാടനം, അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് അവിടെ എഴുതാം. ഇനി അല്ലെങ്കിൽ വായനാക്കുറിപ്പാണ്. പക്ഷികളും ചെറുജീവികളും ചെടികളും മരങ്ങളും എല്ലാം നമ്മുടെ കണ്ണും കാതും മനസ്സും കവരാറുണ്ട്. ആ അത്ഭുത ലോകത്തെ വർണ്ണശബളമായ ഭാഷയിലൂടെ പരിചയപ്പെടുത്തിയ ശന്തനുവിൻ്റെ പക്ഷികൾ എന്ന കഥ നിങ്ങൾക്ക് ഇഷ്ടമായല്ലോ. ഇതുപോലെ നിങ്ങൾ വായിച്ച മറ്റേതെങ്കിലും കഥയുടെ വായനാക്കുറിപ്പ്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തപ്പോൾ ഒരു വായനാക്കുറിപ്പ് എന്തായാലും എഴുതാൻ വരും എന്നുള്ളത്. അപ്പോൾ എന്താണ് നിങ്ങൾ വായിച്ച ഏതെങ്കിലും ഒരു ബുക്കിനെ കുറിച്ചാണ് നിങ്ങൾ അവിടെ ഒരു വായനാക്കുറിപ്പായിട്ട് എഴുതേണ്ടത്. ഓക്കെ, അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് പോസ്റ്ററാണ്. നമ്മുടെ വികാരങ്ങൾ ശക്തമായി പ്രകടിപ്പിക്കുന്നതിന് മാതൃഭാഷയ്ക്ക് മാത്രമേ കഴിയൂ. മാതൃഭാഷയെ സ്നേഹിക്കുന്നതിൻ്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്തുന്ന തരത്തിലൊരു പോസ്റ്റർ ഉണ്ടാക്കുക. പോസ്റ്റർ എഴുതുമ്പോൾ എന്ത് വേണം? ബോക്സിൻ്റെ ഉള്ളിലാക്കി എഴുതണം മാതൃഭാഷയുടെ പ്രാധാന്യം എന്ന് എഴുതി കൊടുക്കുക. എന്നിട്ട് എന്താണ്? മാതൃഭാഷയെ സ്നേഹിക്കുന്നതിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി സ്കൂളിൻ്റെ മലയാളം സാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിൽ ഒരു എന്ത് നടത്തുന്നുണ്ട്? ഒരു പ്രസംഗ മത്സരം അല്ലെങ്കിൽ എന്തെങ്കിലും നടത്തുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് എഴുതാം. സ്ഥലം, തീയതി എന്നിവയൊക്കെ കൊടുക്കുക. എല്ലാവർക്കും സ്വാഗതം, മത്സര ഇനങ്ങൾ ഇന്നതൊക്കെയാണ് എന്നതൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് എഴുതാം. ഇനി ആസ്വാദന കുറിപ്പാണ് ഇവിടെ. മലയാളം മധു ആലപ്പടമ്പ എഴുതിയതാണ്. കിഴിമൊഴിയാളെ ചിരി തൂകി, കനവിലുണർന്നു കളി തൂകി, നിലവിലഴിഞ്ഞു പകർന്നേകി, അമ്മ പകർന്നൊരു മലയാളം, മധുമൊഴി ചിതറും മലയാളം, മനമിതിലൊഴുകും മലയാളം, അമ്മിഞ്ഞപ്പാൽ മലയാളം. അപ്പം മലയാളത്തെക്കുറിച്ച് തന്നെയാണ് ഇവിടെയും പറഞ്ഞിട്ടുള്ളത്. മലയാളത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ഇതിലെഴുതാം. വളരെ ലളിതമായിട്ട് ഭാഷയാണ്. പദപ്രയോഗങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് എഴുതാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വരിയെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് എഴുതാം. ഇത്രയുമായിരുന്നു ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പരീക്ഷ എഴുതിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ വേണ്ടി കഴിയട്ടെ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.